അത് മാത്രം പ്രത്യേകിച്ച് എനിക്ക് ട്രിവാൻഡ്രത്ത് വളരെ അങ്ങനൊരു ഹെവി ഫാഷൻ ട്രെൻഡ് ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല. എനിക്ക് ഉണ്ടായിരിക്കും ഇപ്പം, പക്ഷെ ഞാനിപ്പം ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഒരു നല്ലൊരു കോസ്റ്റ്യൂംസ് മേടിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര ഇത് ഭയങ്കര റീച്ച് ഉള്ളത് കൊണ്ട് തന്നെ ആ ഡ്രസ്സ് നമുക്ക് ചിലപ്പം രണ്ടാമത് ഇടാനും പറ്റത്തില്ല. അപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ ഭയങ്കരമായിട്ട് കോസ്റ്റ്യൂമിന് ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഒരാളും അല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു സംതിങ് യുണീക്ക്, പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി ദാറ്റ് എക്സ്പെൻസീവ്. പിന്നെ എന്താണ്, എപ്പോഴും നമ്മൾ ഇന്നൊരു ട്രെൻഡ് നാളെ വേറൊരു സ്റ്റൈല്. ഇപ്പം തന്നെ ഈ ഒരു ഷോയിൽ ഇരിക്കുമ്പം മേ ബി ആ ഒരു കുർത്ത സ്റ്റൈലായിരിക്കും ചിലപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷമാണെങ്കിൽ നമ്മൾ ഹെയർ പലതും ചെയ്യണം. അതിനനുസരിച്ച് ഒരു പെൺകുട്ടി ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആകുമ്പോൾ ഭയങ്കര പാടാണത്. അപ്പം ഞാൻ ആലോചിച്ചത് എൻ്റെ ഒരു 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 കാർട്ടൂൺ ഇമേജ് വരച്ചാൽ പോലും അത് ഒരു കാർട്ടൂൺ ഇമേജിന് ഒരു ഐഡന്റിറ്റി എന്തെങ്കിലും വേണം. ഓക്കെ, ലൈക്ക് ഇപ്പം മൊട്ടത്തലയാണെങ്കിൽ മൊട്ട വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന ആർട്ടിസ്റ്റാന്ന് പറയാം, ചുരുണ്ട മുടി വരയ്ക്കുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റാന്ന് പറയാം. അങ്ങനെ ഒരു ഐഡന്റിറ്റിയേ എനിക്കില്ല. എൻ്റെ ഫോട്ടോസ് ഞാൻ തന്നെ കാണുമ്പം പലരും അപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പം എങ്ങനെ മനസ്സിലാവും എന്ന് ഞാൻ തന്നെ പണ്ട് ചിന്തിക്കും. അങ്ങനെയാണ് ആക്ച്വലി ഒരു ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ഒരു യുണീക്നെസ്. അതായത് ലക്ഷ്മി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു ഇപ്പം ഇപ്പോഴ് ലക്ഷ്മി എന്ന് പറയുമ്പോൾ മുണ്ടും ബ്ലൗസും വരച്ചാൽ ചുരുണ്ട മുടി ഉണ്ടെങ്കിൽ ലക്ഷ്മി എന്നുള്ളൊരു മിനിമം അറ്റ്ലീസ്റ്റ് ഓക്കെ അങ്ങനെ ഒരു ഐഡന്റിറ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ധോത്തി ബ്ലൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നത്. ഇത്രയും നാൾ അത് എന്തുകൊണ്ട് ചിലപ്പം ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ കാരണം ഇത്രയും നാളും ആ തുണി എൻ്റെ ശരീരത്തിന് ചേരുമായിരുന്നു. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ റീസെൻ്റ്ലി കുറച്ച് ഞാൻ ഒന്ന് വണ്ണം വെച്ചു. അപ്പോഴും നേരത്തെ ചെയ്തു വെച്ച ഡ്രസ്സുകൾ അവിടെ ചെന്നിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല, പിന്നെ ഉള്ളതും കൊടുത്തുകൊണ്ടും കയറി. അവിടെ ഞാൻ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കോസ്റ്റ്യൂമിൽ മറ്റൊരാൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ പറയാം. കാരണം ആരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് തടയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പറയാന്ന് പറഞ്ഞതും അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് നോക്കണോ വേണ്ടയോ എന്നുള്ളത് ആണ് നമ്മുടെ കൺട്രോളിലുള്ളത്. സോ ഞാൻ എപ്പോഴും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ് ഒരു 2-3 മെസ്സേജ് നോക്കും. ട്രെൻഡ് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ആ ദിക്ക് വഴിയേ ഞാൻ പോകില്ല. പിന്നെ ആകെ നോക്കുന്നത് പോസിറ്റീവായിട്ട് എത്ര വ്യൂ കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് എത്ര വിമർശനം എന്നുള്ളതൊന്നും ഞാൻ ആക്ച്വലി കൂടുതൽ, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഹേർട്ട് മൈസെൽഫ്. സോ അതാണ് ആക്ച്വലി എൻ്റെ ഒരു ട്രാക്ക്. പിന്നെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇതൊക്കെ ഞാനൊരു സപ്പോർട്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇതിനകത്ത് ഇന്ന് കുറേ പോസിറ്റീവ് പറയുന്ന ആൾക്കാർ തന്നെ നാളെ നെഗറ്റീവും പറയും, അവർ തന്നെ നാളെ വീണ്ടും പോസിറ്റീവ് പറയും. ഇറ്റ്സ് എ സൈക്കിൾ. പിന്നെ ഇതെല്ലാം തുടക്കത്തിൽ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെയും കൂടെ ഒരു കാരണമാണ്. എപ്പോഴും കുറച്ച് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണെങ്കിൽ അവരെ ഒറ്റയടിക്ക് ഇഷ്ടപ്പെടും. കുറച്ച് റഫ് ആൻഡ് ടഫ് ലുക്ക് ആണെങ്കിൽ അവരെ തൻ്റെടി തെമ്മാടി എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഇവരൊക്കെ ഈ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ ചിലപ്പം ഒരു ദിവസം ട്രെയിനിലോ ബസ്സിലോ ഒക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവർ അയ്യോ ഇത് ഭാവമായിരുന്നു ചിലപ്പോൾ ചിന്തിക്കാം. അത് ഓരോരുത്തർ ഇപ്പം നമ്മൾ തന്നെ എത്രയോ പേരെ വെറുതെ അങ്ങ് കണ്ട ഉടനെ ഭയങ്കര സാധനം, എനിക്കിഷ്ടമേ ഇല്ല, കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിയത്തുമില്ല. അത് നമ്മൾ തന്നെ അല്ലേ രമ്യക്കില്ല ആ ഒരു ക്യാരക്ടർ. എനിക്കുണ്ടത്. ചില ആൾക്കാരെ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ആ കൊച്ചിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം എന്നൊക്കെ പറയും. അത് തന്നെയാണ് ഇപ്പം ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരാളെ ഇംപ്രസ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് നേച്ചർ അല്ല എനിക്കെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. കാരണം ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഉള്ളൊരു വ്യക്തിയോ അതല്ല. പക്ഷെ നമ്മൾ പയ്യെ എന്നെ അടുത്തറിയുന്നവർക്കാണ് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടാറുള്ളത്. സോ ഓൺ സ്റ്റേജും എൻ്റെ ഷോസ് നേരിട്ട് കണ്ടവർ ഒരിക്കലും കുറ്റം പറയത്തില്ല. അതെൻ്റെ ഒരു വിശ്വാസമാണ്. പക്ഷെ കാണാത്തവർ എന്നെ പറ്റി കുറ്റം പറയും എന്നുള്ളത് എനിക്ക് അതിലും ഏറെ വിശ്വാസമാണ്. അതാണ് ഇതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു റെസ്പോൺസ്. അപ്പൊ ഇപ്പം ലക്ഷ്മിക്ക് തന്നെ ഷുവറാണ് എന്റെ ഷോസ് നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ എന്നെ കുറിച്ച് കുറ്റം പറയും എന്നുള്ളത്. അപ്പൊ അത് എന്തിനായിരിക്കും അവർ അത്രയും ഇതായിട്ട് ലക്ഷ്മിക്കും തോന്നുന്നത്? അവരെന്തിനായിരിക്കും ലക്ഷ്മിനെ കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്നാമത്തത് കുറച്ച് എന്താ പറയാ ഒരു ഔട്ട്ബേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ഞാൻ ഭയങ്കര ഹൈപ്പറാണ് ഓൺ സ്റ്റേജ്. ഞാൻ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസിലുള്ള ഒരു ക്യാരക്ടറാണ് ബേസിക്കലി. എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഭയങ്കര ഹൈ എനർജിയാണ്. പക്ഷേ എൻ്റെ കൂടെ 2 days മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഭയങ്കര ഹൈ എനർജിയും ഒരു ദിവസം ഞാൻ മിണ്ടത്തേ ഇല്ല.
സോ എൻ്റെ ടോട്ടൽ ക്യാരക്ടർ, എൻ്റെ ഒരു ബോഡി നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഹൈ ആൻഡ് തീരെ ഡൗൺ ആണ്. വീട്ടിൽ ഞാൻ വളരെ സൈലന്റ് ആണ്. മുമ്പൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പം ഭയങ്കര വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഭയങ്കര സൈലന്റ്. അപ്പം ഷോസിന് മുമ്പൊക്കെ ഞാൻ ഫുൾ ടൈം ഉറങ്ങുക, വളരെ കുറച്ച് സംസാരിക്കുക. ആൻഡ് ഷോയുടെ അന്ന് ഈ കൂട്ടി വെച്ചിരിക്കുന്ന എനർജി മുഴുവനും ഞാൻ അതങ്ങ് പൊട്ടിച്ചങ്ങ് തീർക്കാണ്. അവിടെ എന്നാൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്താൽ ആൾക്കാർ ഇങ്ങനെ കാണും, അല്ലെങ്കിൽ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നെ ക്യാപ്ചർ ചെയ്യുന്നത്, അതിന് എന്നെ ഈ രീതിയിൽ അവർക്ക് ഫ്രേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിക്കണം. അവിടെ ഞാൻ അതൊന്നും ചിന്തിക്കത്തില്ല. എൻ്റെ ഒരു നല്ല വീഡിയോ പോലും എൻ്റെ കയ്യിലില്ല ഒരു ഷോൻ്റെത്. കാരണം ഞാൻ എൻ്റെ വീഡിയോ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോലും ഞാൻ മറക്കും. ഞാനൊരു ഷോ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്. അവിടെയുള്ള ആൾക്കാർക്ക് എത്രത്തോളം എനർജി കൊടുക്കാം, എത്രത്തോളം ഞാൻ അവർ തരുന്ന പൈസയ്ക്ക് എത്രത്തോളം സിൻസിയറായിട്ട് ചെയ്യാം, ഇതൊക്കെ എൻ്റെ മൈൻഡിലുള്ളൂ. അപ്പം ഒബ്വിയസ്ലി നമ്മൾ ഒരു ഫിൽട്ടർ ഫേസിലല്ലല്ലോ. ലൈക്ക് നമ്മുടെ പൊതു ഒരു 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 സൊസൈറ്റിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ടൈപ്പ് ഉണ്ട്, അടക്കം ഒതുക്കം. ആ കാറ്റഗറിയിലൊന്നും ഞാൻ പെടത്തേയില്ല. പക്ഷെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് അഭിനയിക്കാം. പക്ഷെ ഇതൊക്കെ എനിക്ക് ഓൺ സ്റ്റേജിൽ ഞാനൊരു ഹൈ പവറാണ്. അത് എനിക്ക് തന്നെ അറിയാം. ഞാൻ ആക്ച്വലി പറയാറുണ്ട്, ഞാൻ എൻ്റെ ഷോയ്ക്ക് ഞാൻ കൊടുക്കുന്നത് എൻ്റെ എനർജിയാണ്. പാട്ടിനൊപ്പം എൻ്റെ എനർജിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അതൊക്കെ ആ ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം വരുമ്പോൾ ഞാൻ അതൊന്നും ഇങ്ങനെയൊക്കെ പേക്കൂത്ത് പോലെ ആയിരിക്കും കാണുന്നത്. അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇതെന്തോന്ന് കിടന്ന് കാണിക്കണം എന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് ആ ഫ്ലോയിൽ പോകുമ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ എൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും പേക്കൂത്ത് പോലെ തോന്നത്തുള്ളൂ. അത് തനിയെ കട്ട് ചെയ്ത് കാണുമ്പോൾ ഇത് പറഞ്ഞ പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പേക്കൂത്ത്. പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ? ഈ എനർജി ഫുള്ള് ഞാൻ അവിടെ അങ്ങ് റിലീസ് ചെയ്യുവാണ്. പിന്നെ ഞാൻ മറ്റേതെടുത്തിട്ടാണോ, ഞാൻ മറ്റേത് ഇങ്ങനെ ഞാൻ എന്തോ അടിച്ചിട്ടാണ് കയറിയെന്നൊക്കെ പറയും. എൻ്റെ സ്പോൺസർമാർക്കറിയാം ഞാൻ കോഫി കുടിക്കും ഒരുപാട്. എൻ്റെ ഉറക്കമാണ് ആക്ച്വലി എൻ്റെ എനർജി. കാരണം ഒരു ജോലിയും ചെയ്യാണ്ട് വെറുതെ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ഇത്ര എനർജി ശരീരത്തിൽ കാണുമല്ലോ. അതാണ് ഞാൻ സ്റ്റേജിൽ ആക്ച്വലി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കാണുമ്പം ഈ കുറ്റം പറയുന്ന ആൾക്കാരെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റൂല. പറയാത്തവരും പറയും. എൻ്റെ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ കമന്റ് ചെയ്തിട്ട് അങ്ങ് പോകും, എന്തോന്ന് കിടന്ന് കാണിക്കുന്നത്. ഇതൊക്കെ ഒരു നഗ്ന സത്യങ്ങളാ. ഇവരാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ആഫ്റ്റർ ഓൾ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ചെയ്യുന്ന ഈ ഒരു ആക്ട് ആരെയും വേദനിപ്പിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് അവർക്കിപ്പോൾ ഒരു നെഗറ്റീവ് പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിലും അവർക്കും സന്തോഷമേ കിട്ടുന്നുള്ളൂ. ഈ പ്രോഗ്രാം സമയത്ത് എൻ്റെ പ്രോഗ്രാം ആസ്വദിക്കുന്നവർ ആക്ച്വലി ഭയങ്കര മതിമറന്ന്, ഇപ്പം ഞാൻ എബ്രോഡ് ഷോസ് ചെയ്യുമ്പം ഒക്കെ ഇപ്പം റീസെൻ്റ്ലി ആയിട്ട് എല്ലാ പ്രായക്കാരെയും ഞാൻ സ്റ്റേജിൽ നിന്ന് തുള്ളിപ്പിക്കാറുണ്ട്. സോ അമ്മച്ചിമാരൊക്കെ വന്നിട്ട് പറയും, മോളെ ഞാനൊന്നും ഡാൻസ് ചെയ്തിട്ടില്ല. സോ നമ്മൾ എൻ്റെ ഒരു കർമ്മ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എനിക്ക് ഒരിക്കലും ഒന്നും നെഗറ്റീവ് അടിക്കാനില്ല. ലൈക്ക് ഞാൻ ഹാപ്പിനെസ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇതുപോലത്തെ നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിലും ആഫ്റ്റർ ഓൾ ഞാൻ ആരെയും വിഷമിപ്പിക്കുന്നില്ലല്ലോ. ഇതുകൊണ്ട് ആരും കരഞ്ഞിട്ടില്ല, ആർക്കും ഒരു ദ്രോഹവും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സിൻ്റെ പേരിൽ ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എനിക്ക് ചിലവിന് തരണ്ടേ? ഞാൻ ജോലി എടുത്താലല്ലേ എൻ്റെ വീട്ടിലേക്ക്. അപ്പം ഞാൻ ആരടുത്തും എന്താണ് പൈസയും ചോദിക്കുന്നില്ല. ഫിനാൻഷ്യലി ഞാൻ ആരെയും പറ്റിച്ചിട്ടുമില്ല. സോ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. എന്നെ ഇഷ്ടമില്ലാത്തവർ വിളിക്കുന്നില്ല, എന്നെ ഇഷ്ടമുള്ളവർ വിളിക്കുന്നു. ആൻഡ് ഡെസ്റ്റിൻഡ് പോലെ തന്നെ പോവേണ്ട അത്രയും കാലവും ഞാൻ പാടും. ഒരു കാലത്ത് എനിക്ക് പാടാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡ്യൂക്കേഷൻ വൈസും ഞാൻ സ്ട്രോങ് ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ലേറ്റ് ചൈൽഡാണ്. അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ 18 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കുട്ടിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതുപോലെ സ്നേഹം തന്നിട്ടാണ് ഇവർ വളർത്തിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് സ്നേഹം. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പരാജയപ്പെട്ടു പോകുന്നതും ഞാൻ ഓവർ ലവിങ് ആണ്. ഇപ്പം എൻ്റെ മാരേജ് ആണ് ഫസ്റ്റ് മെയിൻ ഡിപ്രഷൻ. ലൈക്ക് ഞാൻ ഡിവോഴ്സിയാണ്. അപ്പം ആ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഞാനൊരിക്കലും ഒരു ഡിവോഴ്സി ആകും എന്നുള്ളതൊന്നും നമുക്ക് അന്നത്തെ അല്ല. പക്ഷേ ആ ഒരു സ്റ്റേജ് കടന്നു കഴിയുമ്പോൾ ഇറ്റ് ഫീൽസ് വെരി സിമ്പിൾ. കടക്കാൻ ഭയങ്കര പാടാണ്. തിരിഞ്ഞ് ഞാനിപ്പോൾ ചിന്തിക്കുമ്പം സംഭവിച്ചതെല്ലാം നല്ലതിനെന്നൊക്കെ പറയും. പക്ഷെ അത് നമ്മൾ കടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഭയങ്കര ടഫായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യം വരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ, എന്നെ ഇനി നോക്കാൻ ആരുണ്ട്, എൻ്റെ കൊച്ച്, അത് ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് വരും. കാരണം നമ്മളെയൊക്കെ വളർത്തുന്ന എങ്ങനെയാണ്, വളർത്തുന്നതേ കല്യാണം കഴിപ്പിച്ച് വിടാനാണ്. ഞാനൊക്കെ ജനിച്ച് ഒരു അറിവുള്ള പ്രായം മുതലേ ഇത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കും എന്നുള്ള സ്വപ്നത്തിലാണ് ജീവിതം. അവിടുന്ന് ആക്ച്വലി അതിലോട്ട് അതൊരു റിയാലിറ്റി, ഈ ഒരു ഡിവോഴ്സ് എന്നുള്ള ഒരു സാധനത്തിലൊക്കെ വന്നപ്പോഴത്തേക്കും ഉണ്ടായ ഒരു ഒരു ചെറിയൊരു, എനിക്കാണ് എൻ്റെ ഷോക്ക് പോലും തിരിച്ചറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. പിന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം ഇതുപോലെ ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ സ്റ്റക്കായി പോയി. കാരണം എനിക്ക് ഞാൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുള്ളത് അത്, ലൈക്ക് ഞാൻ ഭയങ്കര സൈലന്റ്. ആദ്യം ഇതിനെയൊക്കെ വളരെ ചിരിച്ചോണ്ട് ഞാൻ ഫേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എൻ്റെ ഭർത്താവിന് എന്നെ ശരിക്കും വേണ്ടേ, അയ്യോ ഇയാൾക്ക് എന്നെ ശരിക്കും എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണോ. അതെനിക്ക്, ഐ എം വെരി സെൻസിറ്റീവ് പേഴ്സൺ. ബേസിക്കലി ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആൻഡ് ചെറിയ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഇത്രയും ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇറ്റ് ഹേർട്സ് എ ലോട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ബാരിയേഴ്സ് ഇട്ടിട്ട്, കാരണം മറ്റൊരാൾ എന്നെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഞാൻ കൊടുക്കാറില്ല. അപ്പം അന്ന് ഞാൻ തളർന്നു പോയി. പക്ഷേ ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ കപ്പാസിറ്റിയിലാണ്. ഞാൻ ചിലപ്പോൾ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ടായിരിക്കും ഈ സമയത്ത് എനിക്ക് അങ്ങനെ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വയലിൻ വായിച്ചു തുടങ്ങിയത് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണ്. ആ ആ ഒരു സമയത്താണ് എൻ്റെ ചിറ്റ വന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതിന് പകരം ആ വയലിൻ എടുത്തൊന്ന് വായിക്കും. അപ്പം എനിക്ക് എൻ്റെ എനർജി റിലീസ് ചെയ്യാൻ ഒരു രീതിയിലും പറ്റുന്നില്ല. എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, എനിക്ക് കരയാൻ പറ്റുന്നില്ല. ഒരു സ്റ്റക്കാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഫ്രീസ് ആയി പോയോ? ആ എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് ഇവിടുന്ന് അത് ദേഷ്യം കാണിക്കാനും പറ്റുന്നില്ല. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ കടിച്ച് കീറാൻ വേണ്ടി ഇങ്ങനെ ചെന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടെ ചെന്ന് മുഖം കാണുമ്പോൾ ഞാൻ സോഫ്റ്റ് ആയി പോകും. അപ്പം നമ്മൾ സപ്രസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അപ്പം ദേഷ്യം കാണിക്കാൻ പറ്റുന്നില്ല, സങ്കടം, എനിക്ക് കരയാൻ പറ്റുന്നില്ല. എനിക്ക് സത്യത്തിൽ സൗണ്ടൊക്കെ എനിക്ക് ഇത്രയൊക്കെ എനിക്ക് പറ്റുന്നുള്ളൂ, എനർജി ഇല്ല, മനസ്സിലായോ. ഈ സമയത്ത് എൻ്റെ ആകെ ഒരു എനർജി റിലീസിങ് സോഴ്സ് ആയിരുന്നു ഈ വയലിൻ. അപ്പം അന്ന് ഞാനിങ്ങനെ പണ്ട് പഠിച്ച പാഠങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാനൊരു 16 മണിക്കൂറൊക്കെ ഇരുന്ന് വായിക്കൂ എന്നൊക്കെ ഒരു ഇട്ടപ്പം ഞാൻ കമൻറ്റ് കണ്ട് തള്ളി അങ്ങ് മറിക്കുവാണെന്ന്.